എല്ലാവർക്കും OTT എക്സ്പ്ലോററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലോക യൂണിവേഴ്സിലെ ഒരു പ്രത്യേക ക്ലിപ്പിനെ കുറിച്ചാണ്. വെൻ ലെജൻഡ് ചിൽ, മൈക്കിൾ വസ് ചാർലി. വീഡിയോ കാഷ്വൽ ഫൺ പോലെയാണ് നമുക്ക് തോന്നിച്ചേക്കാം. ഇതിന് ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ടുള്ളൊരു കഥ പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ടോബിനോ നമുക്ക് പറഞ്ഞിരുന്നു ഒരു സ്പെഷ്യൽ സർപ്രൈസ് നമുക്ക് അതായത് ഇന്നലത്തെ ദിവസം ശനിയാഴ്ച ദിവസം രാവിലെ 11:11 എന്ന ഏഞ്ചൽ നമ്പർ എന്നുള്ള ടൈമിൽ നമുക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് വരുന്നുണ്ടെന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ എന്തോ ടെക്നിക്കൽ ഗ്ലിച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് ആ ഒരു വീഡിയോ ഏകദേശം 12:30യോടെയാണ് റിലീസായിരുന്നത്. റിലീസായപ്പോൾ നമുക്ക് ഞെട്ടിയിരുന്നു. ആദ്യം ഒരു വീഡിയോ ഒരു കാഷ്വൽ ഫൺ പോലെയുള്ള തോന്നിച്ചേക്കാം, പക്ഷേ അതിനുള്ളിൽ ഒളിഞ്ഞിരുന്ന സൂചനകളും കഥാപാത്രങ്ങളുടെ സൂക്ഷ്മ വിശദാംശങ്ങളും മൈക്കിളിൻ്റെ കുടുംബത്തിലെ പശ്ചാത്തലത്തിൻ്റെ സൂക്ഷ്മ രേഖകളും ഭാവി ലോകയുടെ സ്നീക്ക് പീക്കുകളും കാണാൻ കഴിയും. പ്രേക്ഷകരെ ഓൾറെഡി ഇതിനോട് നന്നായിട്ട് തന്നെ പ്രതികരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചന്ദ്ര ഒരു ഫാൻറ്റസി മിത്തോളജി ശൈലിയിലായിരുന്നു. എന്നാൽ ഈ ക്ലിപ്പ്, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു വീഡിയോ ലഘുമനോഹരമായ രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹാസ്യവും കാര്യങ്ങളൊക്കെ ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. മൈക്കിളും ചാർലിയും കാഷ്വൽ ബോണ്ടിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു വീഡിയോ ഇവരൊരിക്കലും ഈ ഒരു പാർട്ട് 1ൻ്റെ സക്സസ്സിന് ശേഷമല്ല എടുത്തിരിക്കുന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ട് നമുക്കിതിൽ വ്യക്തമാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ആ ഒരു വീഡിയോയുടെ ആ ഒരു ഭാഗം കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ഈ ഒരു മൂവിയുടെ എൻഡ് ക്ലൈമാക്സിൽ കാണിക്കുന്ന ഈ ഒരു ചാർലിയുടെ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നടന്നിരുന്നത് അതായത് ഈ മൈക്കിൾ എന്ന നമ്മുടെ ടോവിനോയുടെ ക്യാരക്ടർ അവരോട് ഞാനിവിടെ പോകുന്നു, ചാർലിയോട് വന്നിട്ടുണ്ട്, ഞാൻ പോവുകയാണ്, എനിക്കൊരു കാര്യമായിട്ട് ഞാൻ പോവുകയാണെന്ന് പറയുമ്പോഴേ അതിനു മുമ്പ് നടന്നിരുന്നൊരു കാര്യമാണ് ഈ ഒരു ഫൈറ്റും കാര്യങ്ങളും. ആ ഫൈറ്റ് കഴിഞ്ഞതിന് ശേഷം വീനോയും ദുൽഖർ സൽമാനും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇവർ അത് മുമ്പേ എടുത്തു വെച്ചിരുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കാം, നമ്മുടെ ഡൊമിനിക് അരുൺ എത്രമാത്രം ഫിക്ഷനും കാര്യങ്ങളൊക്കെ മുമ്പേ അവർ തന്നെ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് അവർ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു. സീനുകളും കാര്യങ്ങളും കണ്ടാൽ തന്നെ നമുക്കറിയാം ഇതൊക്കെ ഓൾറെഡി നേരത്തെ എടുത്തു വെച്ചിരുന്നതാണ്. സെക്കൻഡിൻ്റെ ടീസർ വരെ ഒരുപാട് വൈകിക്കാതെ ഇപ്പോൾ ഏകദേശം അടുത്ത വർഷം ആദ്യത്തോടെ തന്നെ ഈ ഒരു മൂവിയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളും തുടങ്ങുമെന്ന് മനസ്സിലാവുന്നുണ്ട്. അതിൽ തന്നെ ഈ ഒരു കാര്യത്തിൽ വ്യക്തമായിട്ട് നമ്മൾ ടോവിനോ പറയുന്നുണ്ട്, ഈ ഒരു 2 എൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അതായത് ചാപ്റ്റർ 2 എന്ന് പറയുന്നത് എന്നെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ചാത്തന്മാരെ കുറിച്ചാണ് പറയുന്നത്. ചാപ്റ്റർ 3 പറയുന്നത് നിന്നെക്കുറിച്ചാണ് ചാപ്റ്റർ 3 പറയുന്നതെന്നും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൽ തന്നെ ഹാസ്യമായിട്ട് ചോദിച്ചൊരു കാര്യമാണെങ്കിലും അവിടെ എടുത്തു പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നീയല്ലേ ഹിറ്റ്ലറെ കൊന്നതെന്നുള്ളൊരു ചോദ്യമാണ്. നമുക്ക് ഈ ഒരു 2 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ടോവിനോ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒന്ന് സംസാരിക്കാം. അതായത് നീയല്ലേ ഹിറ്റ്ലറെ കൊന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹിറ്റ്ലറും ഒരു നായുമായിട്ടുള്ള ഒരു ഫോട്ടോ, അല്ലെങ്കിൽ ഹിറ്റ്ലറും ഒരു അൽസേഷ്യൻ ഡോഗും ആയിട്ടുള്ള ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെ ഓൾറെഡി മുമ്പ് തന്നെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഹിറ്റ്ലറുടെ മരണത്തിലും കാര്യങ്ങൾക്ക് ഒരുപാട് നിഗൂഢകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് ഇപ്പോഴും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ആ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഒരു ബുക്കിൽ ലിവിങ് എമംഗ് അസ് എന്നുള്ള ആ ഒരു സ്റ്റോറി, ആ ഒരു ബുക്ക് വായിച്ചുകൊണ്ട് തന്നെയാണ് ടോവിനോ ഈ കാര്യം ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഒട്ടും പ്രതികരിക്കുന്നില്ല നമ്മുടെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്നത്. ടോവിനോ ഭയങ്കര കൂളായിട്ട് അല്ലെങ്കിൽ ഫണ്ണി ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. പക്ഷേ ദുൽഖർ ഒരു ഫണ്ണി അല്ല എന്നല്ല പറയുന്നത്, പക്ഷേ കുറച്ച് സീരിയസ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചോദിച്ച ഹാസ്യത്തിനോടൊക്കെ ഒന്ന് സ്മൈൽ ചെയ്തെങ്കിലും വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പുള്ളി റിയാക്ട് ചെയ്തില്ല. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പുള്ളി തന്നെയാണ് ആ ഒരു കാര്യം ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ചാപ്റ്റർ 3 വൻപനായിട്ടുള്ള നമ്മുടെ ദുൽഖറിൻ്റെ, ചാപ്റ്റർ 2 ദുൽഖർ വരും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് മനസ്സിലാക്കാം. ചാപ്റ്റർ 3 ദുൽഖറിൻ്റെ ഒരു അഴിഞ്ഞാട്ടമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. കാരണം അത്രയധികം സീക്വൻസും കാര്യങ്ങളും, അല്ലെങ്കിൽ വമ്പൻ ഒരു ഫ്ലാഷ് ബാക്കും, ഒടിയൻ്റെ ഫ്ലാഷ് ബാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ദുൽഖർ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ദുൽഖർ പോയിരുന്നതിന് ശേഷമാണ് നമ്മുടെ നസ്ലിനും കൂട്ടുകാരൊക്കെ വരുമ്പോൾ ദുൽഖറിനെ അവർ കാണിക്കുന്ന ഒരു സീനിൽ, പാർട്ട് 1 ദുൽഖറിനെ കാണിക്കുന്ന സീൻ, ഈ ഒരു സീൻ കഴിഞ്ഞ് പോയി ഇരിക്കുമ്പോഴാണ് നസ്ലിനും കൂട്ടുകാരും വരുമ്പോൾ ആ പാർട്ട് 1 നമ്മുടെ ചാർലി അല്ലെങ്കിൽ നമ്മുടെ ഒടിയൻ അവിടെ ഇരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നത്. നമുക്ക് അറിയാം, നമ്മുടെ ഈ ഒരു വീഡിയോയിൽ തന്നെ, അല്ലെങ്കിൽ ഈ ഒരു ടീസർ എന്ന് കണക്കാക്കുന്ന ഒരു വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് നോക്കുമ്പോൾ ടോവിനോ പറയുന്നുണ്ട് എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് പുറത്തിറങ്ങിയിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് കത്തനാരും നമ്മുടെ നീലിയും മൂത്തോനും കൂടി അടച്ചതാണ് ഈ ചാത്തൻ്റെ, അതായത് നമ്മുടെ മൈക്കിളിൻ്റെ ചേട്ടനായിട്ടുള്ള ചാത്തൻ, നമ്മുടെ ARM ലുക്കിലായിട്ടുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള റഗേർഡായിട്ടുള്ള ഒരു ചാത്തനായിട്ടുള്ള ആ ഒരു ചാത്തൻ ഗുഹയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇവർക്ക് ഒരിക്കലും
രണ്ടുപേരെ പിടിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് കത്തനാർ പാർട്ട് 1 തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ 2 പേരിൽ ഒരാൾ എന്തായാലും ഈ ചാത്തനാണെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു എൻഡ് ടൈറ്റിലിൻ്റെ സമയത്ത് ആ ഒരു വ്യക്തി വന്നിട്ട് നമ്മുടെ മൈക്കിളിനോട് ചോദിക്കുന്നത്, ഇത് താനല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കണ്ടാലറിയുന്ന 389 കൂടപ്പിറപ്പുകൾ എനിക്കുണ്ടെന്ന് പറയുമ്പോഴും ആ ഒരു ചാത്തൻ്റെ ഒരു കാര്യങ്ങളും പുള്ളിയുടെ ആ ഒരു റെഗേർഡ്നെസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ആ ഒരു പട്ടാളക്കാരും പോലീസുകാരും ഒക്കെ കൂടി ആ ഗുഹയിലേക്ക് പോയതും തിരിച്ചു വന്നത് ആ സന്യാസി മാത്രമാണെന്ന് പറയുമ്പോഴും അവർക്ക് എന്ത് സംഭവിച്ചു, ആ ചാത്തൻ അവരെ തിന്നു അല്ലെങ്കിൽ ആ ചാത്തൻ അവരെ കൊന്ന് ഭക്ഷിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സംശയമുള്ള കാര്യം എന്നല്ല, പുള്ളിയുടെ റെഗേർഡ്നെസ്സും കാര്യങ്ങളുമാണ് അവിടെ തന്നെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. കാരണം ഈ ഒരു വീഡിയോയിൽ ആ പറയുന്ന എൻ്റെ ചേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ട്, അവൻ ആവശ്യം എന്നെയും മൂത്തോനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ പറയുന്നുണ്ട്, ഈ പാർട്ട് 1 പറയുന്ന അല്ലെങ്കിൽ ചാപ്റ്റർ 1 പറയുന്നത് നീലിയെക്കുറിച്ചാണ്, മൈ ഗേൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് തമ്മിലുള്ള ഒരു വൈരാഗ്യം ഉണ്ടാവാനുള്ള കാര്യം, അല്ലെങ്കിൽ ഈ ബാക്കിയുള്ള 389 ചാത്തന്മാരും ആ ഒരു ചേട്ടൻ്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ 388 ചാത്തന്മാരും ആ ചേട്ടൻ്റെ കൂടെ നിൽക്കുകയും ആ ഒരു 389 പേരും ഈ ഒരു ചാത്തനും, അതായത് മൈക്കിൾ എന്നുള്ള ചാത്തനും തമ്മിലുള്ളൊരു ഫൈറ്റ് വരികയാണെങ്കിൽ ഈ 389 പേരെ എതിർക്കാൻ വേണ്ടിയിട്ട് ഈ മൈക്കിള് നമ്മുടെ ചാർലിയുടെ സഹായം തേടാം, നമ്മുടെ നീലിയുടെ സഹായം തേടാം, കൂടാതെ തന്നെ മൂത്തോൻ്റെ സഹായം തേടാം. ഇതുപോലെ ശക്തികളുള്ള കുറേ പേര് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നെന്ന് പറയുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ശക്തി നേടാം. കാരണം അത്രയും റഗേഡായിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു ചാത്തൻ തന്നെയാണ് ഈ ഗുഹയിൽ നിന്ന് അടച്ചിട്ടിരുന്ന ആ ടൊവീനോ ആയിട്ടുള്ള ചാത്തൻ എന്ന് പറയുന്നത്. അദ്ദേഹം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സീക്വൻസിൽ തന്നെ അടുത്ത സീക്വൻസുകളും കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. തലകുത്തി നിന്നിട്ട് നമ്മുടെ മൈക്കിളിൻ്റെ കഴുത്തി പിടിക്കുന്ന കാര്യങ്ങളും പിന്നെ കുറേ ചാത്തന്മാരും മൈക്കിളുമായിട്ടുള്ള ഒരു അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം 389 vs 1 എന്നുള്ള ആ ഒരു കോംബോ. അതുകൊണ്ട് തന്നെയാണ് ആ എടുത്ത് പറയുന്നത് 389 vs 1 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ ടൊവീനോ ചോദിക്കുന്നുണ്ട്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദുൽഖറിൻ്റെ അടുത്ത് സഹായം ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൂടാതെ തന്നെ വേറൊരു ഹാസ്യമായിട്ടുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട്, തനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തിനു വിളിച്ചുകൂടെ എന്ന് പറയുന്നത്. അതായത് ഹാസ്യമായിട്ട് കാണിക്കുന്നതാണെങ്കിലും ഇടയ്ക്ക് ഒരു 50 വർഷം കൂടുമ്പോൾ, അതായത് അവർ ഇമ്മോർട്ടലായിട്ടുള്ള ഒരു കാര്യമാണ് വീണ്ടും ഇവിടെ പ്രതിഫലിപ്പിക്കുന്നത്. ഇവർ അത്രയും വർഷം ജീവിക്കുന്നുണ്ട്, അത്രയും വർഷങ്ങളായിട്ട് ഇവർ സുഹൃത്തുക്കളാണ്, അത്രയും വർഷം ഇനി ഇവർ സുഹൃത്തുക്കളായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 50 വർഷത്തിലൊരിക്കൽ വിളിച്ചുകൂടെ എന്നിട്ടുള്ള കാഷ്വലായിട്ടുള്ളൊരു ടോക്ക് അവിടെ കാണിക്കുന്നത്. അപ്പോഴും ഒരു ചെറിയ ചിരിയോടുകൂടിയാണ് ദുൽഖർ അതിനെ പ്രതികരിച്ചതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ ദുൽഖറിനെ സഹായത്തിന് വേണ്ടിയിട്ട് ടൊവീനോ വിളിക്കും, കൂടാതെ തന്നെ മൂത്തോനെ വിളിക്കും. അപ്പോൾ മൂത്തോൻ്റെ വലിയൊരു ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു സെക്കൻഡിൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച് 3rd 4th ഒക്കെ ആകുമ്പോഴായിരിക്കും മൂത്തോൻ്റെ ഒരു 2nd 3rd വരെ ഒരു ഷാഡോ ആയിട്ടില്ല, അല്ലെങ്കിൽ ഒരു 3rd person ആയിട്ട് അങ്ങനെ നിന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ 3rd person ആയിട്ട് കഥ പറയും, അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്തായാലും മൂത്തോനെ അന്വേഷിച്ചാണ് വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സെക്കൻഡിൽ മൂത്തോൻ്റെ ഒരു നല്ലൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടാവാം. അതിൽ നീലിയുടെ സഹായവും കാര്യങ്ങളൊക്കെ ഇതിന് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ തേടിയത്. നമ്മൾ ഇസ്താർ വരുമ്പോൾ ഇസ്താറിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടെങ്കിലും ഈ ഒരു ചാത്തൻ അത്രയും പവർഫുള്ളാണ്. കാരണം ഒരിക്കലും കത്തനാർ പറയുന്നുണ്ട്, എനിക്ക് ഒറ്റയ്ക്ക് പിടിക്കാൻ പറ്റാത്ത ഒരാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നിൻ്റെ സഹായം തേടിയതെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എത്ര പവർഫുള്ളാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ 389 ചാത്തന്മാർ മാത്രമാണോ, അതോ ദുഷ്ടശക്തികളായിട്ടുള്ള മറ്റ് ഇതുപോലെയുള്ള ഏലിയൻസോ അല്ലെങ്കിൽ വാമ്പയർസോ ഒഡിയനോ ചാത്തനോ മർദയോ അങ്ങനെ എന്തൊക്കെയാവാം, തിന്മശക്തികളും നന്മശക്തികളും തമ്മിലുള്ള ഒരു ഫൈറ്റ് കൂടി ആവാം ഈ ഒരു സെക്കൻഡ് പാർട്ടെന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. കാരണം അതിനുള്ള കാര്യങ്ങളും സീക്വൻസും കാര്യങ്ങളൊക്കെ ഇതിൽ ലൈറ്റായിട്ട് എന്നെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം 2 സുഹൃത്തുക്കൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ചെറിയൊരു കാര്യത്തിൽ എത്ര വലിയ കാര്യങ്ങളാണ് ഇതിൽ ഡൊമിനിക് അരുൺ ഒളിപ്പിച്ച് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് ഒരു ടീസറായിട്ട് കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം ടൊവീനോ, ഈ മൈക്കിൾ ചിരിച്ചു കിടക്കുന്ന ടൊവീനോ അത്ര സിമ്പിളായിട്ടുള്ള ഒരു ചാത്തനൊന്നുമല്ല, ചാത്തന്മാരുടെ നോർമലായിട്ടുള്ള പവറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എന്തായാലും അദ്ദേഹം തിരിച്ച് ഫൈറ്റ് ചെയ്യും. പക്ഷേ ഫൈറ്റ് ചെയ്യുമ്പോൾ
389 വേഴ്സസ് 1 ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശക്തി അവിടെ പോരാതെ വരും. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും നമ്മുടെ മൂത്തോൻ്റെ സഹായം തേടും, നീലിയുടെ സഹായം തേടും. നീലി അദ്ദേഹത്തിൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്നുള്ളൊരു സംശയം കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട്. ആദ്യത്തേൽ ഒരു ഫ്ലേർട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ കൂടുതലായിട്ട് മൈ ഗേൾ എന്ന് പറഞ്ഞിട്ട് അത്ര ഒരു കോൺഫിഡൻ്റ് ആയിട്ട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നീലി വരും, നമ്മുടെ ചാർലി വരും, പിന്നെ നമ്മുടെ മൂത്തോൻ വരും. പിന്നെ ഇതിൽ ഇസ്താറിൻ്റെ ഇൻവോൾവ്മെൻറ്റ് സെക്കൻഡിൽ, അല്ലെങ്കിൽ ഇസ്താറിൻ്റെയും ടീമിൻ്റെയും ആ ഒരു ആനയുടെ സിമ്പലുള്ള ആ ഒരു ടീമിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്ര രീതിയിൽ ഈ സെക്കൻഡിൽ വരുമെന്ന് അറിയുന്നില്ല. പിന്നെ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് ഫുള്ളായിട്ടൊരു ഡാർക്ക് ഷെയ്ഡുള്ളൊരു മൂവിയായിരുന്നു. കാരണം നീലി രാത്രി കാലങ്ങളിലായിരുന്നു കൂടുതലായിട്ട് ഇറങ്ങി നടന്നിരുന്നത്. അപ്പോൾ ആ ഒരു ഡാർക്ക് ഷെയ്ഡിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫസ്റ്റത്തെ പാർട്ടിലുണ്ടായിരുന്നത്. ഇപ്പോൾ സെക്കൻഡ് കുറച്ചുകൂടി നമുക്ക് ആ ഒരു ഇത് കാണിക്കുമ്പോൾ മനസ്സിലാക്കാം മൈക്കിൾ ഇറങ്ങി നടക്കാൻ പ്രശ്നമൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ കൂടുതലായിട്ടുള്ള ഒരു ഡേ ലൈറ്റിലുള്ള ഒരു മൂവിയും സീക്വൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പാർട്ട് 2 പ്രതീക്ഷിക്കാം. തിരിച്ച് 3 പോകുമ്പോൾ ഒടിയൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ചാർലിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഷെയ്ഡിൽ, അതായത് ഒരു ഡാർക്ക് ഷെയ്ഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെ ഒരു നിഞ്ച ആ ഒരു ക്യാരക്ടറിലൊക്കെ ചെയ്യുന്ന ആൾ, ആ ഒരു ഫൈറ്റൊക്കെ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒരു ഡാർക്ക് ഷെയ്ഡിൽ മാത്രം വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇറങ്ങി നടക്കുന്നവരാണെന്ന് പറയാം. കൂടാതെ തന്നെ നിങ്ങൾക്ക് തോന്നാം ഇതിൽ ഏറ്റവും പവർഫുള്ളായിട്ട് നിങ്ങൾക്ക് ആരാണ് തോന്നുന്നത്, തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതായത് റഗഡായിട്ടുള്ള നമ്മുടെ ARM ലുക്കിലുള്ള ഒരു ചാത്തനാണോ, അല്ലെങ്കിൽ ഈ ഒരു മൂത്തോരും കൂട്ടരായിട്ടുള്ള ഈ മൈക്കിൾ ചാത്തനാണോ ഇതിൽ കൂടുതലായിട്ട് പവർഫുള്ളായിട്ട് വരിക എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അല്ലാതെ ഇതല്ലാതെ നമ്മുടെ വേറെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ മെയിൻ ക്യാരക്ടറായിട്ട് സെക്കൻഡിൽ വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സിനിമയിൽ നിങ്ങൾ ഈ ഒരു ടീസർ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഹിഡൻ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഇതല്ലാതെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ഇതിൽ നിന്ന് മനസ്സിലായിട്ട് തീർച്ചയായിട്ടും അതും കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.